അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലോജിക്കൽ ഈക്വലൻസ് ആണ്. അപ്പോൾ ലോജിക്കൽ ഈക്വലൻസ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണ് രണ്ട് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ലോജിക്കൽ ഈക്വലൻ്റ് ആവുന്നത് നമുക്ക് നോക്കാം. അതായത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഹാവിങ് സെയിം ട്രൂത്ത് വാല്യൂ. അതായത് നമ്മൾ ഇങ്ങനെ ടേബിൾ വരച്ചിട്ട് എഴുതുമല്ലോ. അപ്പോൾ ടേബിൾ വരച്ചിട്ട് എഴുതുമ്പോൾ എവിടെയാണോ സെയിം ആയിട്ടുള്ള ട്രൂത്ത് വാല്യൂസ് വരുന്നത്, അതായത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം, നെഗേഷൻ പി യൂണിയൻ ക്യൂ ആൻഡ് പി ഇംപ്ലൈസ് ക്യൂ ആർ ലോജിക്കലി ഈക്വലൻ്റ് ആണ് നമുക്കിവിടെ ഷോ ദാറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോന്നിൻ്റെയും ട്രൂത്ത് ടേബിൾ വരച്ചു. ട്രൂത്ത് ടേബിൾ വരച്ച ശേഷം ഇവിടെ അവസാനം നമുക്ക് ഇതാണ് വേണ്ടത്, അപ്പോൾ ഇതിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് 1101 എന്ന് കിട്ടി. ഇതും കണ്ടുപിടിച്ചു, അപ്പോൾ അവിടെയും നമ്മൾക്ക് 1101 എന്ന് കിട്ടി. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് സെയിം ട്രൂത്ത് വാല്യൂ ടേബിളാണ് വന്നിരിക്കുന്നത്, അതല്ലേ 1101 1101. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ലോജിക്കലി ഈക്വലൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡി മോർഗൻസ് ലോ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡി മോർഗൻസ് ലോ വരുന്നത്? നെഗേഷൻ ഓഫ് പി ഇൻ്റർസെക്ഷൻ ക്യൂ ഇസ് ലോജിക്കലി ഈക്വലൻ്റ് ടു നെഗേഷൻ ഓഫ് പി യൂണിയൻ നെഗേഷൻ ഓഫ് ക്യൂ. ഇതെങ്ങനെയാണ്? നെഗേഷൻ ഓഫ് പി ഇൻ്റർസെക്ഷൻ ക്യൂ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുമ്പോൾ യൂണിയൻ എന്തായാലും ഉണ്ടായിരിക്കും. നെഗേഷൻ 2 പിക്കും കൊടുക്കുക ക്യൂക്കും കൊടുക്കുക. ഓക്കെ, ഇനി നെഗേഷൻ ഓഫ് പി യൂണിയൻ ക്യൂ വരുമ്പോൾ എവിടെ വരിക? നെഗേഷൻ ഓഫ് പി യൂണിയൻ മാറ്റിയിട്ട് ഇൻ്റർസെക്ഷൻ ആയിരിക്കും, പിന്നെ നെഗേഷൻ ഓഫ് ക്യൂ. അപ്പോൾ ഇത് നമുക്ക് ഈ ലോജിക്കൽ ഈക്വലൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ട്രൂത്ത് ടേബിൾ എഴുതിയിട്ട് ജസ്റ്റ് നോക്കി നോക്കുക, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതും വെച്ചിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ്, അതായത് ഈ ഒരു ലോ നോക്കിയേ, പി ഇൻ്റർസെക്ഷൻ ക്യൂ യൂണിയൻ ആർ. അപ്പോൾ ജസ്റ്റ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ ബ്രാക്കറ്റ് മാറ്റിയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ വരിക? പി ഇൻ്റർസെക്ഷൻ ക്യൂ ഈ യൂണിയൻ പി ഇൻ്റർസെക്ഷൻ ആർ. ഇവിടെ നോക്കുകയാണെങ്കിൽ പി യൂണിയൻ ക്യൂ ഇൻ്റർസെക്ഷൻ ആർ ആണ്. അത് ലോജിക്കലി ഈക്വലൻ്റ് ടു ഏതാണ്? പി യൂണിയൻ ക്യൂ, അതോടെ എഴുതി, ഈ ഇൻ്റർസെക്ഷൻ ഇവിടെ എഴുതി പി യൂണിയൻ ആർ. ഓക്കെ, അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് എന്തുണ്ട്, ഈ കുറച്ച് റിസൾട്ടുകൾ നമുക്ക് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ ചോദിക്കും, അതായത് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ട്രൂത്ത് ടേബിൾ എഴുതിയിട്ട് ചെയ്യാൻ ചിലപ്പോൾ നേരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആ സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതൊരു 10-12 റിസൾട്ടോടുണ്ട്. ഇതെന്തായാലും ജസ്റ്റ് പഠിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് അതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് നെഗേഷൻ പി യൂണിയൻ ക്യൂ എന്ന് എഴുതാം. ഇപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്ന് തന്നെ നമുക്ക് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് എഴുതാം. ഇപ്പോൾ പി യൂണിയൻ ക്യൂവിന് നമുക്ക് നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്ന് എഴുതാം. അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഇത് ഞാൻ നോട്ടായിട്ട് തരുന്നതാണ്, അപ്പോൾ അത് നോക്കി പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കുറച്ച് 4 ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പഠിക്കാനുണ്ട്. അതായത് ഇപ്പോൾ പിയും ക്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇപ്പോൾ പി എന്ന് പറയുന്നത് ജെഫ് ഈസ് കൺസേൺഡ് അബൌട്ട് ഹിസ് കൊളസ്ട്രോൾ ലെവൽസ്. ക്യൂ എന്ന് പറയുന്നത് ജെഫ് വാക്സ് അറ്റ്ലീസ്റ്റ് 2 miles 3 times a week. അതാണ് നമുക്ക് പിയും ക്യൂവും 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കാനുണ്ട്. ഒന്ന് കോൺട്രാ പോസിറ്റീവ്, ഇംപ്ലിക്കേഷൻ, കോൺവേഴ്സ്, ഇൻവേഴ്സ്. അപ്പോൾ കോൺട്രാ പോസിറ്റീവ് എങ്ങനെയാണ്? പിയും ക്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി, അങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ഇത് വെച്ചിട്ട് കോൺട്രാ പോസിറ്റീവ് എഴുതുമ്പോൾ എങ്ങനെ വരിക? നെഗേഷൻ ഓഫ് ക്യൂ, ഇതിനെ നെഗേഷൻ ചെയ്യണം, അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നെഗേഷൻ ചെയ്യണം. പിന്നെ അത് ഇംപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ ഇഫ് ദെൻ വരും അല്ലേ. അപ്പോൾ ഇഫ് ജെഫ് ഡസിൻ വാക്ക്, നമുക്ക് നെഗേഷനല്ലേ വേണ്ടത്. അപ്പോൾ ഡസിൻ വാക്ക് എന്ന് എഴുതി അറ്റ്ലീസ്റ്റ് 2 miles 3 times a week. ചെറിയ മിസ്റ്റേക്ക് ആണ്, 2 miles 3 times a week. ദെൻ നെഗേഷൻ പി ആണ് വേണ്ടത്, ഇതിന് നെഗേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദെൻ ഹീ ഈസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ഹിസ് കൊളസ്ട്രോൾ ലെവൽസ്. ഇങ്ങനെയാണ് നമുക്ക് കോൺട്രാ പോസിറ്റീവ് എഴുതേണ്ടത്. ഇനി അടുത്ത് പറയുന്നത് ഇംപ്ലിക്കേഷൻ. ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് പി ഇംപ്ലൈസ് ക്യൂ. ഇപ്പോൾ നമുക്ക് ഇത് തന്നിരിക്കുന്നത് ഇവിടെ ഇഫ് വയ്ക്കുക, ഇവിടെ ദെൻ വെച്ചിട്ട് ഇംപ്ലിക്കേഷൻ എഴുതാം. ഈ കോൺവേഴ്സ് ഉണ്ട്. കോൺവേഴ്സ് എങ്ങനെയാണ്? ക്യൂ ഇംപ്ലൈസ് പി എന്നാണ്. ക്യൂ ഇംപ്ലൈസ് പി ആണ്. ക്യൂ ഇംപ്ലൈസ് പി എങ്ങനെയാണ്? അതായത് ഇപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ ഇങ്ങനെയാണ്. ഇപ്പോൾ ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്നത് ഇഫ് ജെഫ് വാക്സ് അറ്റ്ലീസ്റ്റ് 2 miles 3 times a week, ദെൻ ജെഫ് ഈസ് കൺസേൺഡ് അബൌട്ട് ഹിസ് കൊളസ്ട്രോൾ ലെവൽസ്. അങ്ങനെ വരും. ഈ ഇൻവേഴ്സ് എങ്ങനെയാണ്? നെഗേഷൻ ഓഫ് പി ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് ക്യൂ എന്ന് വരും. അപ്പോൾ എങ്ങനെ വരിക? നെഗേഷൻ ഓഫ് പി ഇഫ് ജെഫ് ഈസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ഹിസ് കൊളസ്ട്രോൾ ലെവൽസ് ഇംപ്ലൈസ് ദെൻ ജെഫ് ഡസ് നോട്ട് വാക്ക് അറ്റ്ലീസ്റ്റ് 2 miles 3 times a week. അങ്ങനെ വരും.
ഇതാണ് കോൺട്രാപോസിറ്റീവ്, ഇംപ്ലിക്കേഷൻ, കോൺവേഴ്സ്, ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് 4 ടൈപ്സ് ഓഫ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. 4 ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്.